ഇത് 2018 മോഡലാണ്. സീറ്റ ഡീസൽ ഹൈബ്രിഡ് എഞ്ചിനാണ് വണ്ടി വരുന്നത്. നാളെയും കൂടി ഉണ്ട്. 8-ാം തീയതി വരെ. 8 ഞാൻ 8-ാം തീയതി വരെ ഉണ്ട്. 11-ാം മാസം വണ്ടി. ഓക്കെ, അത്രയേ ഉള്ളൂ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ നമ്മൾ ജീപ്പിന്റെ കോമ്പസ് തന്നെയാണ്, വേറൊന്നും കണ്ടിട്ടില്ല. കോമ്പസ്, സെൽട്ടോസ്, ക്രെറ്റ, ഹാരിയർ, ഹെക്ടർ, സോണറ്റ് ഇല്ലല്ലോ? സോണറ്റ് ഇന്നില്ല, പകരം വെന്യുണ്ട്. ഓക്കെ, ഇത് സ്പെഷ്യലിസ്റ്റ് ആണ് ഇവർ. സ്പെഷ്യലൈസ് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ക്യാപ്സിലേക്ക് നേരെ എടുക്കുക പോവാ. അനസേ, പോലെ മോനെ ഷൂട്ട് ചെയ്യാം. പിന്നെ ഷൂട്ട് ചെയ്താ. അയ്യോ ഇൻട്രോ ആയിട്ടൊക്കെ പ്രഖ്യാപിക്കാം. വേറെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2024 ആദ്യത്തെ വീഡിയോ ക്യാപ്സിൽ ആയിട്ട് വരികയാണ്. ആദ്യത്തെ വീഡിയോ ഒന്നല്ല, ക്യാപ്സിൽ ആദ്യത്തെ വീഡിയോ. 2024 ആദ്യത്തെ വീഡിയോ. ഹാപ്പി ന്യൂ ഇയർ അന്ന് പറയാൻ പറ്റിയില്ല, ഇപ്പം പറയുന്നത് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഞാൻ പറഞ്ഞുകൊടുക്കുകയാണ് എല്ലാ വീഡിയോ. ഓക്കെ, അപ്പോൾ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ്, കോഴിക്കോട് ജില്ലയിൽ. 1 ഇയർ വാറണ്ടി കൊടുക്കുന്ന വാഹനങ്ങളാണ് കൂടുതലും ഉണ്ടാവാറുള്ളത് അല്ലേ. മോഡൽ കൂടിയ വണ്ടികൾ തന്നെയാണ്. അതിൽ തന്നെ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ സ്പെഷ്യലൈസ്ഡ് ആണ് ഇവർ. മെയിനായിട്ട് സെൽട്ടോസ്, MG, ഹാരിയർ, ജീപ്പ് കോമ്പസ്, പിന്നെ ഈ പ്രാവശ്യം ഫോർച്യൂണർ വന്നിട്ടുണ്ട്. പിന്നെ 1-2 സെഡാൻ ഉണ്ട്. പിന്നെ എപ്പോഴുള്ള സെൽട്ടോസ് ഉണ്ടാവും. ഈ കൈ അടിക്കണ പരിപാടി നിർത്തണം. കഴിഞ്ഞ പ്രാവശ്യം ഒപ്പന കളിച്ചിട്ട് എന്തിനെ അടിക്കുന്നത്? ഈ പ്രാവശ്യം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുള്ളൂ. കെട്ടി വെക്കണ്ട, അടിച്ചോണെങ്കിൽ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ഇന്നത്തെ എങ്ങനെ നൈസ് വണ്ടികളുണ്ട്. കുറേ പുതിയ വണ്ടികളുണ്ട്. അതേപോലെ തന്നെ നമ്മളടുത്ത് 2023 ഉണ്ടായിരുന്ന വണ്ടികൾക്ക് ഓഫർ കൊടുത്തിട്ട് ലാഭം എടുക്കാതെ നമ്മളെടുത്ത റേറ്റിന് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ അപ്ഡേഷൻ ലഭിക്കുന്നതാണ്, പുതിയ വാഹനങ്ങളുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മറന്നു വേണ്ട, അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് 2024 ക്യാപ്സിൽ അങ്ങ് രാജകീയമായിട്ട് തുടങ്ങാം. KL 25 രജിസ്ട്രേഷനുള്ള ടൊയോട്ട ഫോർച്യൂണർ ആണ് ആദ്യ വാഹനം. ഫോർച്യൂണർ നമ്മൾ കുറേ കാലമായി ഫോർച്യൂണർ കാണിച്ചിട്ട്. ഓക്കെ, 24 തുടക്കം ഫോർച്യൂണർ തുടങ്ങാന്ന് വിചാരിച്ചു. ഓക്കെ, പറോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2019 മോഡലാണ്. ഫുൾ ഓപ്ഷൻ സിഗ്മ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 2019 മോഡൽ. 19 ലാസ്റ്റ് 12-ാം മാസം വണ്ടി. 4 വർഷം കഴിഞ്ഞു. 30-ാം തീയതി 12-ാം മാസം, അതായത് 20 എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അതാണ് എന്തായാലും 4 വർഷമായി. അപ്പോൾ ഒരു ഡീസൽ വണ്ടി ഓട്ടോ ഓടിയിട്ടുണ്ട്. വലിയ വണ്ടി എടുക്കുമ്പോൾ ഓട്ടോ ഓടിയിട്ടുണ്ട്. എന്തായാലും കമ്പനി സർവീസ് ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ട് അല്ലേ? ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഫുൾ ആക്സിഡന്റ് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ 4 ടയർ പുതിയ ടയറാണ്. ടയർ നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ടയർ നല്ലൊരു എമൗണ്ട് വരും. അതേപോലെ തന്നെ ഇൻഷുറൻസും പുതിയ ഇൻഷുറൻസാണ്. പുതിയ ഇൻഷുറൻസ് ഒന്നും നോക്കണ്ട. ടയർ നോക്കണ്ട, ഇൻഷുറൻസ് നോക്കണ്ട, വണ്ടിയിൽ സർവീസ് നോക്കണ്ട. ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് കേരള വണ്ടി തന്നെയാണ്. കേരള വണ്ടി എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ വയ്ക്കുന്നത് 39,90,000. 4 വീൽ 4x4 അത് പറയാൻ പറ്റും. 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അതെ. 39,90,000. ഞാൻ നമ്മളെ വേറൊരു വീഡിയോ പറയാം, നമ്മളെ 40 കടത്തിയില്ല, ഞാൻ 39 അങ്ങോട്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഒറിജിനൽ കേരള വാഹനമാണ്. താല്പര്യമുണ്ട് എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇവരുടെ വാറണ്ടി ഉണ്ടാവും. നമ്മുടെ വാറണ്ടി ഉണ്ടാവും. 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എഞ്ചിനൊന്നും ടൊയോട്ടയ്ക്ക് അങ്ങനെ വാറണ്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായിരത്തിൽ നിങ്ങൾ കൊടുക്കുന്നത് വേറെ ഒന്നും പറയല്ലോ. ഓക്കെ, അടുത്ത ലോൺ എത്ര കയറൂലേ? ലോണൊക്കെ ഒരു 85-90% ലോൺ കയറും. ആയിക്കോട്ടെ. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ 85-90% എന്തായാലും ലോൺ കയറും. ഓക്കെ, അടുത്ത വണ്ടിയിൽ നാടായാൽ ഒരു സ്കൂള് വേണം, അതുപോലെ ക്യാപ്സായ ഒരു സെൽട്ടോസ് വേണം. KL 7 രജിസ്ട്രേഷൻ ആണ്. സെൽട്ടോസ് റെഡ് കളർ. പുതിയല്ലേ? പണ്ടത്തെ സ്റ്റോക്ക് പഴയ സ്റ്റോക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. അതിന് നല്ല ഓഫർ ഇട്ടിട്ട് അതിന്റെ അവസാനത്തേക്ക് കാണിക്കും. ആയിക്കോട്ടെ, ഇതെങ്ങനെ പറയുള്ളൂ. ഇത് 2019 മോഡലാണ്. ഓക്കെ, പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ GTX പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 75,000 പെട്രോൾ. ഫുള്ള് കമ്പനി സർവീസ്, A to Z കമ്പനി സർവീസ് ആണ്. പിന്നെ ഈ ഹിസ്റ്ററി ഫുള്ളുണ്ട്. നമ്മൾ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. 360 ഡിഗ്രി ക്യാമറ, വെന്റിലേഷൻ സീറ്റ്,
പിന്നെ സൺറൂഫ് എല്ലാം വരും, ഹെഡ് അപ്പ് ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒക്കെ വരും. അടിപൊളി ഒരു സേഫ്റ്റി ഉള്ള ഒരു വാഹനം. ഒരു 12-15 റേഞ്ചിൽ മൈലേജ് കണക്കാക്കാൻ പറ്റും ഏകദേശം. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 14,25,000. 14,400,000 അല്ലേ? 14,000. ഓക്കെ, 2019 വാഹനമാണ്. GT തന്നെ ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഓക്കെ, 75,000 ഓടിയിട്ടുണ്ട്. ഒരു 13 ലക്ഷം ലോൺ വരും. 13 എന്തായാലും ലോൺ കയറും. 13 വരെ കയറും. നമ്മൾ 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും എന്തായാലും വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കമ്പനി പറഞ്ഞ എന്തായാലും കഴിഞ്ഞിട്ടില്ലേ? കമ്പനി വാറണ്ടി കഴിഞ്ഞു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയും സെൽറ്റോസുകൾ ഉണ്ടാവും മിക്കവാറും. നമുക്കൊന്ന് കണ്ടുപോകാം. ഉണ്ടാവില്ല മിക്കവാറും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മോറിസ് ഗാരേജ് MG ഹെക്ടറാണ്. KL 83 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡല് ഷാർപ്പ് ഫുൾ ഓപ്ഷൻ CVT ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. പിന്നെ 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകെ. ജസ്റ്റ് 8,000 കിലോമീറ്റർ 2021. 2021 8,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നു. പെട്രോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജ് വളരെ കുറവായിരിക്കും. മൈലേജ് കുറവായിരിക്കും. ഒരു 9-10 റേഞ്ച് റേഞ്ച് മൈലേജ്. പിന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആൾക്കാർ അല്ല, നമ്മൾ പറയാണ്, എടുക്കേണ്ടവരെന്തായാലും എടുക്കും. ഇങ്ങനത്തെ വണ്ടികൾ നോക്കിയിട്ട് എടുക്കും. അത്രയേ ഉള്ളൂ. വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങളൊക്കെ കൈമുട്ടില്ല. വേറെ എന്തോ വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 360 ഡിഗ്രി ഉണ്ട്, വെന്റിലേഷൻ സീറ്റ് ഉണ്ട്, പനോരമിക് സൺറൂഫ് ഉണ്ട്, എല്ലാം വരുന്നു. പിന്നെ 14 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ഉണ്ട്. വാറണ്ടി കഴിഞ്ഞു. 21 പറയുമ്പോൾ 5 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. 26 വരെ വാറണ്ടി ഉണ്ടാവും. ഓക്കെ, കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? 8,000 ഓടിയിട്ടുള്ളതുകൊണ്ട് 4 ടയറും നല്ല ടയേഴ്സാണ്. ഓക്കെ, ഫസ്റ്റ് ടയറാണ്. അതിലേക്കൊന്നും നോക്കാനില്ല. എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 16 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 16 ലക്ഷം 2021 മോഡൽ. വെറും എത്ര ഓടിയ 8,000 കിലോമീറ്റർ ഓടിയ MG ഹെക്ടർ പെട്രോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതെ, ഒരു 5 ലക്ഷം ലോൺ കിട്ടും നമുക്ക്. 15 ലോൺ കിട്ടും. ഇപ്പോൾ ഈ MG ഹെക്ടറൊക്കെ ചില കസ്റ്റമേഴ്സ് ചിലപ്പോൾ അവരുടെ ബാങ്കിൽ തന്നെ ചെയ്യുന്ന കേസസ് ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ ഫുൾ ലോണൊക്കെ കയറിയിട്ടുണ്ട്. അവർക്ക് നോക്കുന്നുണ്ട്, അവർക്ക് നോക്കാം. പിന്നെ നമ്മളെ സൈഡ് നോക്കുന്നുണ്ട്. അതും 90-95% കയറിയ കേസുകളൊക്കെ ഉണ്ട്. ഒരുപാട് കേസ് ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ക്യാപ്സിൻ്റെ മാസ്റ്റർ പീസ് ഐറ്റത്തിൽ അടുത്തത് വന്നു. ക്രെറ്റയാണ്. KL 30 രജിസ്ട്രേഷൻ ക്രെറ്റയാണിത്. അതെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡല് 21 രജിസ്ട്രേഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ SX ഓപ്ഷണലാണ് വണ്ടി. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ ഓട്ടോമാറ്റിക്കോ മാനുവലോ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമ്മളിപ്പോൾ കണ്ട എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ആണ്, സെൽറ്റോസ് ഓട്ടോമാറ്റിക് ആണ്, MG ഹെക്ടർ ഓട്ടോമാറ്റിക് ആണ്, ക്രെറ്റ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് SUV-ന്റെ അടുത്തത് ഒരു ഓട്ടോമാറ്റിക് ആണ്. ശരി, അങ്ങനെ. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പൻ SX ഓപ്ഷനിൽ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അതെ, 6 എയർ ബാഗ്, 6 എയർ ബാഗ്, പിന്നെ വെന്റിലേഷൻ സീറ്റ്, എല്ലാം, പനോരമിക് സൺറൂഫ്. വാറണ്ടി എത്ര കൊടുക്കുന്നുണ്ട്? 2 വർഷമല്ലേ? 3 വർഷത്തേക്ക്. 3 വർഷമുണ്ട്. അപ്പോൾ 2024 കഴിയാറായിട്ടുണ്ടാവും. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. 1-ാം മാസമാണ് കഴിഞ്ഞു, ജസ്റ്റ് കഴിഞ്ഞു. നാളെയും കൂടി ഉണ്ട്. 8-ാം തീയതി വരെ. 8 ഞാൻ 3 8-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ അണ്ടർ വാറണ്ടി വണ്ടിയാണ്. നിങ്ങൾക്ക് വേണം എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ? ഓക്കെ, പുതിയ വാറണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കണം, ഏത് വണ്ടിയായാലും. ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെയാണ് പ്രൈസ്? എങ്ങനെയാണ് ഇത് റേറ്റ്? നമ്മൾ വയ്ക്കുന്നത് 16,50,000. 16.5 ലക്ഷത്തിന് 2021 ഏറ്റവും ടോപ്പ് വാഹനമാണ്. രജിസ്ട്രേഷൻ വണ്ടിയാണ്. 20 മോഡൽ 21 സോറി വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. മാക്സിമം ലോൺ ഇതിൽ കിട്ടുമല്ലോ? മാക്സിമം ലോൺ കിട്ടും. ഇതിന് എത്ര മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്? മൈലേജ് 15 വരെ കിട്ടും സ്ട്രേറ്റ് റോഡ്. മാക്സിമം അല്ല, 15-16 റേഞ്ച് എന്തായാലും കിട്ടും. സ്ട്രേറ്റ് റോഡ് മാക്സിമം എന്തായാലും 16 വരെയൊക്കെ കിട്ടും. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ടാറ്റ ഹാരിയർ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ പറഞ്ഞോളൂ? ഇത് 2020 11-ാം മാസം വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഡാർക്ക് എഡിഷൻ ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇത് മനുഷ്യന്മാരെ വയസ്സ് പറയാൻ പോലെ കല്യാണം തിരഞ്ഞെടുക്കുമ്പോൾ 31 വയസ്സ് 2 മാസം 11-ാം മാസം. കാരണം എന്താ വെച്ചാൽ അറിയോ, ഇത് മറ്റേ എനിക്ക് 21 എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് 11-ാം മാസം 11-ാം മാസം എന്നൊക്കെ പറയാം. 2 മാസം കാത്തിരുന്നെങ്കിൽ 21 രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞു വേണ്ടി. ഓക്കെ, KL 52 രജിസ്ട്രേഷനുള്ള ഹാരിയർ. അതെ, ഓട്ടോമാറ്റിക്കാ മാനുവലാ? ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഡാർക്ക് എഡിഷൻ ആണ് വണ്ടി വരുന്നത്. ഒരു 14 റേഞ്ച് ഒക്കെ മൈലേജ് ഉണ്ടാവും. 14-15 ഒക്കെ റേഞ്ച് മൈലേജും കിട്ടും. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ, ഇന്ന് ഭയങ്കര പൊറുതികേട്, കൈയടിക്കായിട്ട്.
കൈയടിക്കണ്ട, ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ലോക്ക് ചെയ്ത് വെച്ചു, അതല്ലേ ഭയങ്കര കൺട്രോളിലാണ്. ഓക്കെ. കൈ അടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കമന്റ് കൊണ്ട് കയറായിരുന്നു. എനിക്ക് ഇതിന്റെ മുമ്പ് കുറെ ഇതിന്റെ നമ്പർ പ്ലേറ്റിന്റെ മുകളിലുള്ള കമന്റുകളായിരുന്നു. ഇപ്പൊ മാറി, ഇപ്പൊ കയ്യടീന്റെ നമ്പർ പ്ലേറ്റ് എന്തായിരുന്നു? ഏതൊക്കെയോ രജിസ്ട്രേഷൻ തെറ്റി പറഞ്ഞു പോയി എന്റെ പേരിൽ കുറെ ചീത്ത വിളികൾ. ഇത് കേരളം 52 തന്നെയാണ്. 2021 ഹാരിയർ ഡീസൽ 20 സോറി 11 മാസം എന്നെ കൂടെ തെറ്റിച്ച് 11 മാസം വണ്ടി. ഓക്കെ, അത്രേ ഉള്ളൂ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ വാറന്റി ഉണ്ട്, കമ്പനി വാറന്റി 43,000 കിലോമീറ്റർ. 43,000. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പറഞ്ഞോളൂ. എത്ര റേറ്റ് ചോദിക്കുന്നത്? 18,45,000. ഇത് ടോപ്പ് എൻഡ് ആണോ വരിക ഇതില്? ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. അതായത് 10 എയർ ബാഗ്, പനോരമിക് സൺറൂഫ്, എല്ലാ ഓപ്ഷൻസ് ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക്കലി. പിന്നെ ഡാർക്ക് എഡിഷൻ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫുൾ ഓപ്ഷനിൽ തന്നെ ഏറ്റവും ഫുള്ളാണ്. ഓക്കെ. ഇന്നിപ്പോൾ നല്ല റേറ്റ് വ്യത്യാസം വന്നു. 33 ചെറിയൊരു മാറ്റം വന്നു വണ്ടിയിൽ. ഇപ്പൊ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന് 33 ലക്ഷം റുപ്യ റേറ്റ് ആയി. അന്നാണെങ്കിൽ തന്നെ ഒരു 29 ലക്ഷം റുപ്യ റേറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ വലിയൊരു ഓട്ടോ ഓടാത്ത ഒരു അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് ഹാരിയർ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ ഓക്കെ. അടുത്തൊരു i20 ആണ്. i20 എന്ന് വെച്ചാൽ ഇതല്ല, വരാനുണ്ട്. അപ്പൊ എന്തായാലും ഒരു i20 ഈ സെയിം സാധനം തന്നെ വരാനുള്ളതിന്റെ കളർ ചേഞ്ച് ചെയ്ത് സോൾഡ് ആയി പോയി, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. അപ്പൊ ഞാൻ രജിസ്ട്രേഷൻ പറയുന്നില്ല. അതെ, രജിസ്ട്രേഷൻ. ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. ഇനി വരാനുള്ള ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഓക്കെ, സെയിം. ബാക്കിയൊക്കെ ഓപ്ഷൻ. ഏറ്റവും ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ്. ഇത് 2021 മോഡലാണ്. അല്ല, ഇതല്ല, അത് 2021 മോഡലാണ്. ബ്ലൂ ആണ് കളർ വരുന്നത്. പിന്നെ സിംഗിൾ ഓണർ, ആസ്റ്റ ഓപ്ഷൻ അല്ല, ഏറ്റവും ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ വരുന്ന മോഡലാണ്. ഓട്ടോമാറ്റിക് സിംഗിൾ ഓണറാണ് വണ്ടി വരുന്നത്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. എപ്പോൾ എത്തും? അത് ഇന്നിപ്പോൾ ഈവനിങ് എത്തുമല്ല, നാളെ രാവിലെ എത്തും. ഓക്കെ, ആയിക്കോട്ടെ. റേറ്റ് ചോദിക്കുന്നത് നമ്മൾ 9,65,000. അതായത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. എന്തായാലും വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഇനി അൾട്രോസ് ഓട്ടോമാറ്റിക് ഉണ്ട്. എല്ലാം കൂടി ഈ വീഡിയോയിൽ പൊളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഡസ്റ്റർ ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ ടൈഗൂൺ മാനുവൽ ഉണ്ട്, അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട്. പിന്നെ അനസ് ഉണ്ട്, സർവീസ് ഉണ്ട്. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായ് വെന്യൂ KL 10 രജിസ്ട്രേഷൻ ആണ്. മലപ്പുറം വണ്ടിയാണ്. അതെ, പറഞ്ഞോളൂ. ഇത് 2021 ആണ്. IMT പെട്രോള് SX ആണ് ഓപ്ഷൻ വരുന്നത്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡല്. സിംഗിൾ ഓണർ, 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2021 24,000 അല്ലേ? IMT SX പെട്രോൾ. അതെ അതെ. ഓക്കെ. മൈലേജ് നമ്മൾ മാനുവൽ കിട്ടുന്ന പോലെ തന്നെ ഏകദേശം കിട്ടും അല്ലേ? 15 വരെയൊക്കെ എന്തായാലും കിട്ടൂല. ഓക്കെ. IMT എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ നമുക്ക് മാനുവൽ മാറ്റാം. ഓട്ടോമാറ്റിക് മാതിരി തന്നെ വണ്ടി ഓഫായി പോകില്ല. ക്ലച്ച് ഇല്ല. നമുക്ക് ഗിയറിന്റെ ലിവർ സാധാരണ ഉള്ള പോലെ തന്നെ ഉണ്ടാവും. പക്ഷെ ക്ലച്ച് ഒന്നും ഓർത്തണ്ട, നമുക്ക് മാറ്റേണ്ടപ്പോൾ മാറ്റാം. ഓഫാകുന്ന പ്രശ്നമൊന്നും പഠിക്കണം. ഇനിയിപ്പോൾ 1-ലോ 2-ലോ ഇട്ട് ഓടിക്കണമെങ്കിൽ ഓടിക്കാം. അങ്ങനെ ദീർഘദൂരം ഓടിക്കാം, മൈലേജ് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 9,75,000. 9,75,000 രൂപയ്ക്ക് 2021 24,000 കിലോമീറ്റർ ഓടിയ IMT SX വെന്യൂ അല്ല, പെട്രോൾ. ഓക്കെ. ഒരു 8 ലോണ് കിട്ടുമല്ലോ. ലോൺ എന്തായാലും കിട്ടും. വേണമെന്ന് കൈമുട്ടിക്കോ. 9 വരെ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വാ. ഒരു 7 സീറ്റർ വന്നിരിക്കുകയാണ്. KL 56 രജിസ്ട്രേഷനുള്ള റിനോ ട്രൈബർ ആണ്. കോഴിക്കോട് കൊയിലാണ്ടിയാണ് രജിസ്ട്രേഷൻ വരുന്നത്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. RX E ആണ് ഓപ്ഷൻ വരുന്നത്. ബേസ് മോഡൽ പെട്രോൾ മാനുവൽ ആണ് വണ്ടി വരുന്നത്. ഓക്കെ. പിന്നെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2020 20,000 ഓടിയിട്ടുള്ളൂ അല്ലേ? 20,000 കിലോമീറ്റർ. ബേസ് ഓപ്ഷൻ ആണ്. ബേസിൽ തന്നെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇല്ല, 2 ഡോർ പവർ വിൻഡോ വരുള്ളൂ. 2 ഡോർ നോർമലാണ്. എന്നാലും ഓൾമോസ്റ്റ് ഒരു അതൊക്കെ അതൊക്കെ തന്നെ. കൂടുതൽ ഡെക്കറേഷൻ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ എത്ര കൊടുക്കാം? 5,10,000 ചോദിക്കുന്നത്. 20,000. സോറി, 20,000. 20 വണ്ടി 20,000 ഓടിയത്. ഓക്കെ. അപ്പോൾ 5,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 7 സീറ്റർ സ്വന്തമാക്കാം. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 16 റേഞ്ച് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ആണ് പറയുന്നത്. കിട്ടാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം. ഓക്കെ. ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു 7 സീറ്റർ. അതെ അല്ലേ? ലോൺ ഒരു 4-4 ഒക്കെ കയറും. 4-4.5 റേഞ്ച് ലോൺ കയറും. ഒരു 1 lakhന്റെ അടുത്ത് ഫസ്റ്റ് കാണണ്ടായിരുന്നു. ഓക്കെ. DP ആണ്. എന്തോ പറയാൻ വന്നു ഇപ്പോൾ? എന്തോ പറയാം, വന്നായിരുന്നുണ്ടാവണം. മറന്നുപോയില്ല. മറന്നുപോയി. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ ഇത്രയേറെ പെട്രോൾ
വാഹനങ്ങളാണ് കൂടുതലും കാണുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ അല്ലേ? അതെ. ഇത് നമ്മൾ ഡീസലിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ കാണിച്ചൊക്കെ പെട്രോൾ ഓട്ടോമാറ്റിക്കുകൾ, ഇനി ഡീസൽ മാനുവലുകൾ. ഡീസൽ മാനുവലുകളാണ് കാണാൻ പോകുന്നത്. അതിൽ ആദ്യ വാഹനം ജീപ്പ് കോമ്പസ് ആണ്. ജീപ്പിന്റെ കോമ്പസ് തന്നെയാണ്, വേറൊന്നും കണ്ടിട്ടില്ല. കോമ്പസ്, സെൽട്ടോസ്, ക്രെറ്റ, ഹാരിയർ, ഹെക്ടർ, സോണറ്റ് ഇല്ലല്ലോ. സോണറ്റ് ഒന്നുമില്ല, പകരം വെന്യുണ്ട്. ഓക്കെ. ഇത് സ്പെഷ്യലിസ്റ്റ് ആണ് ഇവർ. സ്പെഷ്യലൈസ് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ക്യാപ്സിലേക്ക് എടുത്തിട്ട് പോവാ. ഓക്കെ. അപ്പോൾ ഇത് കോമ്പസ് KL 14 രജിസ്ട്രേഷൻ പറഞ്ഞോളൂ. ഇത് 2018 മോഡലാണ്. ഡീസൽ മാനുവലാണ് വണ്ടി വരുന്നത്. ലോഞ്ചിറ്റ്യൂഡാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോഞ്ചിറ്റ്യൂഡ് മിഡാ? ലോഞ്ചിറ്റ്യൂഡ് ബേസിൻ്റെ തൊട്ട് മുകളിൽ, സ്പോർട്ടിൻ്റെ ഒക്കെ മുകളിലായിട്ട് വരും ഓപ്ഷന്. പിന്നെ റേറ്റ് കസ്റ്റമർ വണ്ടിയാണ്, പാർക്കിംഗ് സെയിലാണ്. ഒരു 12.5 ചോദിക്കുന്നേ ഉള്ളൂ. 12,50,000. ഓക്കെ. അതെ. ഇതിൽ മാക്സിമം ലോൺ കയറും? ലോൺ ഒരു 11.5 ഒക്കെ റേഞ്ച് ലോണും കയറും. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട് മൈലേജ്? മൈലേജ് ഒരു 16-17 റേഞ്ച് മൈലേജ് കിട്ടും സ്ട്രേറ്റ്. നിങ്ങളിപ്പോൾ ഏകദേശം എത്ര ജീപ്പ് കോമ്പസ് ഇവിടുന്ന് വിറ്റിട്ടുണ്ട്? കോമ്പസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ MG കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ സെൽട്ടോസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഏകദേശം എത്ര വിറ്റുണ്ടോ? എന്തായാലും ഒരു മാസം ഒരു 2 വണ്ടിയൊക്കെ വീതം കോമ്പസ് എന്തായാലും പോകുന്നുണ്ട്. എന്തായാലും കോമ്പസ് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ചോദിച്ചത്. ഓക്കെ. അത്രേ ഉള്ളൂ. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. വേറെ വർക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ? ഇല്ല. ഓട്ടോ എത്ര പറഞ്ഞാൽ? 43 ഓടിയിട്ടുള്ളൂ. 43 അല്ല? അതെ. വലിയ ഓട്ടോ ഒന്നല്ല. ഓട്ടോ അല്ല, കുറവാണ്. 5 വർഷം കൊണ്ട്. ഓക്കെ. അത്യാവശ്യം നല്ല മൈലേജും സേഫ്റ്റി ഉള്ള ഒരു വാഹനമാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത ഡീസൽ വെന്യൂ ആണ്. KL 38 രജിസ്ട്രേഷൻ ആണ്. അതെ, പറഞ്ഞോളൂ. ഇത് 2022 മോഡലാണ്. SX ഓപ്ഷണൽ എക്സിക്യൂട്ടീവ് ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷനാണ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ വില ഒന്നും ഉണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ മുകളിൽ ഒന്നുമില്ല, ഉണ്ടാവില്ല. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. പിന്നെ 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 34,000. ഇപ്പോൾ 6 മാസം വന്നാൽ 2 വർഷമാവും അല്ലേ? 2 വർഷമാവും. 6 മാസം വന്നിട്ടില്ല. അപ്പോൾ 1.5 വർഷം പുറത്താണ്. ഓക്കെ. ഡീസലാണ്. മൈലേജ് ഉണ്ടാവില്ല? മൈലേജ് 20-24 റേഞ്ച് മൈലേജ്. മാനുവലല്ല പറഞ്ഞത്? മാനുവൽ ഡീസൽ. ഓക്കെ. 20 ആകുമ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാം. 20-24 വരെ ഉള്ളതിൻ്റെ ഇടയിൽ എന്തായാലും മൈലേജ് കിട്ടും, പ്രതീക്ഷിക്കാം. നമ്മൾ റേറ്റ് ചോദിക്കുന്നതിന് 11,70,500. 11,75 2022 XX ഓപ്ഷണൽ എക്സിക്യൂട്ടീവ് വെന്യൂ ആണ്. ഇതിൽ എയർ ബാഗിൻ്റെ എണ്ണമൊക്കെ കൂടുതലാണോ? ഇത് എയർ ബാഗ്, ഇതിനകത്തും സൺറൂഫ്, സ്ക്രീന്, കാര്യങ്ങൾ. എയർ ബാഗിൻ്റെ എണ്ണം നോക്കേണ്ടി വരും. ഉറപ്പില്ല? അതെ, എനിക്ക് ഉറപ്പില്ല. എന്നാലും ഉണ്ടാവും. എയർ ബാഗ് എന്തായാലും ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഒരു ഫോക്സ് വാഗൺ പോളോ ഉണ്ട്. KL 20 രജിസ്ട്രേഷനുള്ള പോളോ ആണിത്. അതെ. ഹൈലൈൻ ആണോ? ടോപ്പൻ ആണോ? ഹൈലൈൻ പ്ലസ് ആണ്. പ്ലസ് ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ. 1.5 ഡീസലാ? 1.5 ഡീസൽ. പിന്നെ ഹൈലൈൻ പ്ലസ് ആണ്. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ടർബോ, ഇഞ്ചക്ടർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ നിലവിൽ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ടർബോ പിടിക്കുന്നുണ്ടല്ലോ? 1500 മേലക്കാരുമ്പോൾ ടർബോ പിടിക്കുന്നുണ്ടല്ലോ? പിടിക്കുന്നുണ്ടല്ലോ. ഓക്കെ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. ഇതും പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്, കസ്റ്റമർ വണ്ടിയാണ്. എന്നിരുന്നാലും നമ്മൾ ഒരു ജനറൽ ചെക്കപ്പ് എടുത്തിട്ട് വണ്ടി ഇവിടെ പാർക്കിംഗ് സെയിലാണെങ്കിലും എടുക്കാറുള്ളൂ. ഓക്കെ. ഒരു ഓടിച്ചൊക്കെ നോക്കിയിട്ട് ഓടിച്ചു നോക്കും. ബാക്കിയുള്ള ഒരു ചെക്കപ്പ് അടുത്ത് എന്തായാലും ചെക്കപ്പ് എന്തായാലും നടത്തിയിട്ട് വെക്കും. അപ്പോൾ ഡീസൽ 1.5 പോളോ ആണ്. നല്ല പവർ ഉണ്ടാവും, അതേപോലെ തന്നെ മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ചിൻ്റെ ഇടയിൽ മൈലേജും കിട്ടും. നല്ല പവർ ആയിരിക്കും. എത്ര കൊടുക്കും? റേറ്റ് കസ്റ്റമർ ചോദിക്കുന്നത് 7,45,000. 7,45 2017 മോഡൽ 18 രജിസ്ട്രേഷൻ ഡീസൽ ഫുൾ ഓപ്ഷൻ. ഓക്കെ. ഏറ്റവും ടോപ്പിൻ്റെ ആണ്. ഏറ്റവും ടോപ്പിൻ്റെ ഓപ്ഷനാണ്. 7,45. അത്യാവശ്യം നല്ല ടയേഴ്സും ഉണ്ട്. നല്ല ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം. കുഴപ്പമില്ല. 1.5 ഡീസലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെ ഓടിച്ചു പോകുമ്പോൾ വേറെ ഫീലാണ്. നമുക്കിങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്യണോ ആലോചിച്ചൊന്നും നിൽക്കില്ല, ഒരൊറ്റ പോക്കായിരിക്കും അല്ലേ? പിന്നെ ബാക്കി അടുത്ത വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കി എസ്-ക്രോസ് ആണ്. ഇതും ഡീസൽ വാഹനമാണ്. KL 11 രജിസ്ട്രേഷൻ. ഇത് 2018 മോഡലാണ്. സീറ്റ ഡീസൽ ഹൈബ്രിഡ് എഞ്ചിനാണ് വണ്ടി വരുന്നത്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 18 എന്ന് പറയുമ്പോൾ 5 വർഷം. 83,000 വലിയ ഓട്ടം അല്ല. ഡീസൽ വണ്ടിയുടെ ഓട്ടം തന്നെയാണ്. അതും ഒരു 10-24 മൈലേജ് ഒക്കെ ഉണ്ട്. നല്ല മൈലേജ് ആണ്. ഹൈബ്രിഡ് എഞ്ചിനാണ്. നല്ല മൈലേജും കിട്ടും. അതേപോലെ തന്നെ ഓടിക്കാനും അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ഒരു വാഹനമാണ്. ഓക്കെ.
ഞാൻ എന്താ ചോദിക്കാൻ വിചാരിച്ചേ? റേറ്റ് ആയിരിക്കും. അല്ല, വാറണ്ടി ആയിരിക്കും. അതുമല്ലേ? ആ പോട്ടെ, എന്തോ ചോദിക്കാൻ വന്നിരുന്നു ഇടക്ക്. എന്നാ റേറ്റ് പറയാം. റേറ്റ് പറഞ്ഞു. റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 8,65,000 ചോദിക്കണത്. അതിൽ ചെറിയ മാറ്റം നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടിയിൽ. ക്ലീൻ വാഹനമാണ്. അതായിരിക്കും ആക്സിഡന്റ് അല്ല റീപ്ലേസ്മെന്റ്. അല്ല അല്ല അതല്ല അതല്ല. എന്നാ പോട്ടെ. എന്തോ കാര്യമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു, ഡൗട്ട്. വിശക്കുന്നുണ്ടോ? ഇല്ല, മറന്നുപോയി. പോട്ടെ. 8,65,000 2018 ZT ആണ്. ആൽഫ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ചെറിയൊന്നും മാറ്റങ്ങളല്ലോ അല്ലേ? ഇതിൽ തന്നെ പുഷ് ബട്ടണും അലോയ്സും അതേപോലെ തന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ് അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. ഡിഫറൻസ് എന്ന് പറയാൻ സ്ക്രീനിൽ എന്തോ മാറ്റമേ ഉള്ളൂ. ഉണ്ടാവുമായിരിക്കണം. ഇപ്പൊ പറയാൻ വന്ന മറ്റേ സുരാജിന്റെ ഒരു മീമില്ലേ കോടതിയിൽ നിന്ന്, ഇപ്പൊ എന്താ വ്യത്യാസം? അമേരിക്കൻ കേസുമായിട്ട് ഇതിനെന്ത് ബന്ധം? അതേ അവസ്ഥയിലേക്കാ പോയത്. ഒന്നുമില്ല. ഓക്കെ, ഒരു 7.5 ലോൺ കിട്ടില്ല. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു സെഡാൻ കാറാണ്. ഫോർഡ് ആസ്പയർ. മറന്നു പെട്ടെന്ന്. KL 41 ആലുവ രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 മോഡലാണ്. ഫുൾ ഓപ്ഷൻ ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസൽ മാനുവൽ ആണ്. മൈലേജ് ഉണ്ടാവും കേട്ടോ, നല്ല മൈലേജ് ഉണ്ടാവും. 20ന്റെ മുകളിൽ മൈലേജ് എന്തായാലും കിട്ടും. പിന്നെ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 73,000 2016 ആണ്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് കൂടുതലൊന്നുമില്ല. അതെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. നല്ല നീറ്റാണ് വണ്ടി എന്തായാലും. അതെ അതെ. ഔട്ട്ലുക്ക് നോക്കിയാലും ഇന്റീരിയർ നോക്കിയാലും ഒക്കെ തന്നെ നീറ്റ്. നല്ല വൃത്തിയുണ്ട് വണ്ടി. നല്ല സൂപ്പറായിട്ട് കൊണ്ടുവരുന്നത്. ഇത് അലോയ്സ് തന്നെയാ? അലോയ്സ് അല്ലേ? അലോയ് തന്നെയാ. അടിപൊളി അലോയ്സ് കയറ്റിട്ടുണ്ട് എന്തായാലും. അതെ, കമ്പനി ഓൾറെഡി ഉണ്ട്. അത് മാറ്റി നല്ല ലുക്കായിട്ട് വണ്ടി എന്തായാലും സൈഡിൽ കാണുമ്പോൾ ഒരു ലുക്ക് എടുപ്പുണ്ട്. അതെ 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 അതെ. എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 4,65,000. അത്രക്ക് വേണോ? അത്ര കസ്റ്റമർ ചോദിക്കുന്നതാണ് റേറ്റ്. ബാർഗൻ സെയിലാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. മാറ്റം വരുത്താൻ പറ. അതൊക്കെ പറയാം. അത്ര നമ്മൾ കൊടുക്കൂല. ഇല്ല, വേണ്ട, നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ ഓക്കെ. 4,65,000 ആസ്കിങ്. 2016 ഏറ്റവും ടോപ്പിൻ്റെ ഡീസൽ ആസ്പയർ. ആ പേര് കൊണ്ട് ഫിഗോ ഫ്രീ സ്റ്റൈൽ ഇതൊക്കെ ആസ്പയർ. ഓക്കെ, അത്രയേ ഉള്ളൂ. മാക്സിമം ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് വേണ്ടി ഓൾറെഡി നോക്കിയിരുന്നു. അപ്പം ബാങ്കിൻ്റെ ഗ്രിഡ് പ്രകാരം 4-4.5 വരെ പാസ്സാവാന്ന് പറഞ്ഞു. പക്ഷേ സിബിലിൻ്റെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർക്ക് പാസ്സാവാതെ ഇങ്ങനെ നിൽക്കുന്നു, ഹോൾഡായി കിടക്കുന്നുണ്ട്. അത് ശരി. അപ്പോൾ രണ്ടാളൊന്നാണ് കയ്യാൽ പുറത്തെ. അതെ, ചിലപ്പോൾ അവർ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൈമുട്ടണ്ട. ഇല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് വാറണ്ടി നിങ്ങൾ കൊടുക്കണ്ടേ? ഇല്ല, നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ വണ്ടികൾക്ക് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല? ചെക്കിംഗ് വാറണ്ടി ഉണ്ടാവും. 2 വീക്സ് ഒക്കെ നമ്മൾ എന്തായാലും ചെക്കിംഗ് വാറണ്ടി കൊടുക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനം കാണിച്ചു കഴിഞ്ഞു. ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് വീണ്ടും കാണാം അല്ലേ? അതെ അതെ. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ ബാക്കി സോഷ്യൽ മീഡിയാസിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വാട്സപ്പ് ചാനൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഞാൻ പുതിയ സ്റ്റോക്കിൽ അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കും. എല്ലാ വാഹനങ്ങളും, ഏത് ടൈപ്പ് വാഹനങ്ങളായാലും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് നമ്പറിൽ ഡയറക്റ്റ് വിളിക്കാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. മനസ്സേ, ഓക്കെ, താങ്ക്സ്. താങ്ക് യു, ബൈ.